ദൃശ്യം എന്ന സിനിമയുടെ കഴിഞ്ഞ 4 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് ബോക്സ് ഓഫീസും അതുപോലെ തന്നെ സിനിമയുടെ തിങ്കളാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിംഗ് പരിശോധിക്കാം നമുക്ക്. അതിന് നിമിഷം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ 3ാം വരവ് തന്നെയാണ് ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. എന്തെങ്കിലും സിനിമയുടെ കഴിഞ്ഞ 4 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ UAE ബോക്സ് ഓഫീസ് തന്നെയാണ് ആദ്യം സംസാരിക്കേണ്ടത് നമുക്ക്. UAE മാത്രം സിനിമയ്ക്ക് 27,75,00,000 കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ UAE ബോക്സ് ഓഫീസ്. നല്ലൊരു കളക്ഷൻ തന്നെയാണ് UAE സിനിമയ്ക്ക് ലഭിച്ചത്. അത് മാത്രമല്ല ഈ സിനിമ ടോട്ടൽ ഗൾഫ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 41,85,00,000 നല്ലൊരു കളക്ഷൻ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം ദൃശ്യം സിനിമയുടെ 3ാം ഭാഗത്തിന് കേൾക്കാൻ സാധിക്കുന്ന നമ്പേഴ്സ് ആയിട്ട്. അത് മാത്രമല്ല സിനിമയുടെ ടോട്ടൽ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഓൾമോസ്റ്റ് 80 കോടിയുടെ മുകളിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക്കിനേക്കാളും കൂടുതൽ കളക്ഷൻ ഓവർസീസ് ആണ് ദൃശ്യം സിനിമയുടെ 3ാം ഭാഗത്തിന് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയുടെ ആ ഒരു ഓവർസീസ് ഗ്രോസ് കളക്ഷൻ ടോപ്പ് ഉള്ളത് കളക്ഷൻ മറികടക്കാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ലാലന്റെ മറ്റൊരു സിനിമ ലാലന്റെ സ്വന്തം റെക്കോർഡ് തകർക്കുമോ എന്ന്. ഈ സിനിമയുടെ തിങ്കളാഴ്ച അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ നമ്പേഴ്സ് പരിശോധിക്കാം നമുക്ക്. ദൃശ്യം എന്ന സിനിമയ്ക്ക് നല്ലൊരു നമ്പേഴ്സ് തന്നെയാണ് കാണാൻ സാധിക്കും നമുക്ക്. തിങ്കളാഴ്ച ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസിൽ 50% ഒക്യുപ്പൻസി വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 4 കോടിയുടെ മുകളിൽ തന്നെയാണ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ കാണാൻ സാധിക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിന്. 2000-ലധികം ഷോസ് തന്നെയാണ് കാണാൻ സാധിക്കും സിനിമയ്ക്ക് ബുക്കിങ്ങിലൂടെ മാത്രമായിട്ട്. എന്തായാലും നമുക്ക് ടോപ്പ് 5 തിങ്കളാഴ്ച അഡ്വാൻസ് കളക്ഷൻസ് പരിശോധിക്കാം നമുക്ക് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ. തലപ്പത്ത് നമ്മുടെ എമ്പുരാൻ സിനിമ തന്നെയാണ് ഓൾമോസ്റ്റ് 7,51,00,000 ആയിട്ട് 2,614 ഷോസ് ആയിട്ട്. അതൊരു ഹോളിഡേ ആയിരുന്നു തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് 65% ഒക്യുപ്പൻസിലാണ് ഈ ഒരു നമ്പേഴ്സ് കാണാൻ സാധിച്ചത് നമുക്ക്. 2ാം സ്ഥാനം തുടരും സിനിമയാണ് 4,18,00,000 ഓൾമോസ്റ്റ് 1,751 ഷോസ് ആണ് കാണാൻ സാധിച്ചത് ആ ഒരു ദിവസം സിനിമയ്ക്ക്. ഒരു 48% ഒക്യുപ്പൻസിലാണ് ആ ഒരു സിനിമ തിങ്കളാഴ്ച ദിവസം കളക്ഷൻ നേടിയെടുത്തത്. 3ാം സ്ഥാനം നമ്മുടെ ദൃശ്യം എന്ന സിനിമ തന്നെയാണ് ഓൾമോസ്റ്റ് 4 കോടി അടുത്ത് ഓൾമോസ്റ്റ് 2000-ലധികം ഷോസ് ആയിട്ട് ഒക്യുപ്പൻസി 50% കാണാൻ സാധിക്കുന്നത് ബുക്കിംഗ് ആയിട്ട്. എന്തായാലും നമ്മുടെ 4ാം സ്ഥാനം നമ്മുടെ വാഴ എന്ന സിനിമയുടെ 2ാം ഭാഗം തന്നെയാണ്. 3,57,00,000 സിനിമയുടെ ബുക്കിംഗ് കളക്ഷൻ കാണാൻ സാധിച്ചത് തിങ്കളാഴ്ച ദിവസം. ഓൾമോസ്റ്റ് 1,775 ഷോസ് ആണ് കാണാൻ സാധിച്ചത്, അതും 45% ഒക്യുപ്പൻസിയില്. 5ാം സ്ഥാനം ലിയോ എന്ന് പറഞ്ഞ സിനിമയാണ് 2000 ഷോസിൽ 37% ഒക്യുപ്പൻസിയില് 3,50,00,000 അതും ഹോളിഡേ ആണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ആ ഒരു തിങ്കളാഴ്ച. എന്തെങ്കിലും നല്ല നമ്പേഴ്സ് തന്നെയാണ് ഇക്കഴിഞ്ഞ 5 സിനിമകൾ പരിശോധിക്കുകയാണെങ്കിലും. എന്നാലും തലപ്പത്ത് നിൽക്കുന്ന എമ്പുരാനെ തൊടാൻ ആരാണ് ഉള്ളത് എന്ന് വേണേൽ പറയേണ്ടി വരും. ഒരു വെല്ലുവിളിയായിട്ട് വേണേൽ കൂട്ടാം നമുക്ക്. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ എമ്പുരാൻ സിനിമേന്റെ ആള് മാറിപ്പോയി നൈസായിട്ട്. ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ. ആരും പോവല്ല, ഒരു അപ്ഡേറ്റും കൂടി ഉണ്ട്. നമ്മുടെ ദൃശ്യം സിനിമയുടെ 3ാം ഭാഗം അങ്ങ് ഇന്റർനാഷണൽ ലെവൽ വരെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് ഗ്ലോബൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ടൊന്നല്ല എൻട്രി കാണിക്കുന്നത്, അല്ലെങ്കിൽ തല കാണിക്കുന്നത്. ഇത് 2 തവണ കാണിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എമ്പുരാൻ സിനിമയിലൂടെ മാർച്ച് മാസം 2025, പിന്നീട് ദൃശ്യം സിനിമയിലൂടെ നമ്മുടെ തരുൺമൂർത്തി സംവിധാനത്തില് ഏപ്രിൽ മാസം 2025. 2 പ്രാവശ്യമാണ് തല കാണിച്ചത്. അങ്ങനെ ഈ വർഷവും ഒരു തലകാണിക്കൽ വന്നിരിക്കുകയാണ്. ഒരു വരവും കൂടി വരേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ. അത് ദൃശ്യം സിനിമയിലാണെന്ന് മാത്രം. സിനിമയുടെ 3ാം ഭാഗം ഈ ഒരു വീക്കെൻഡ് ഗ്ലോബൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസില് 9ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 10 സിനിമകളാണ് ടോപ്പ് 10ൽ കാണാൻ സാധിക്കുന്നത്. അതിൽ 9ാം സ്ഥാനം നമ്മുടെ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു സിനിമ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം ദൃശ്യം എന്ന സിനിമ. ഏത് സിനിമാ നടനാണ് നമ്മുടെ മോളിവുഡിൽ നിന്ന് ഈ ഒരു നേട്ടം ഇനി നേടിയെടുക്കാൻ പോകുന്നത്? കൺബോക്സ് ചെയ്യപ്പെടുത്തുക. ലാലേട്ടൻ അല്ലാതെ വേറെ ആരും മക്കളെ. നമ്മുടെ ഗോട്ട് എന്ന് പറയുന്നതിന് ഇത് തന്നെയാണ് അർത്ഥം എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ ദൃശ്യം എന്ന സിനിമ നല്ല നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കട്ടെ. നമ്മുടെ ലാലേട്ടന്റെ ആദ്യം 300 കോടി സിനിമ വരെ ആവട്ടെ. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം അതുപോലെ തന്നെ മറ്റു സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് സിനിമ കണ്ടുവരെ എന്നാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമ അഭിപ്രായങ്ങൾ എന്താണെന്ന്. കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്ക്. പക്ഷേ ആദ്യം കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.